ഹായ് ആൾ, വെൽക്കം ടു SRK ട്രിപ്പിൾ ക്ലാസ്. നമ്മുടെ DC മെഷീൻ ലെക്ചർ സീരീസിലെ അടുത്ത ഒരു ടോപ്പിക്കായ DC മെഷീൻ്റെ EMF ഇക്വേഷൻ എങ്ങനെ ഡിറൈവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എന്താണ് എങ്ങനെ DC മെഷീൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം ആദ്യം നമുക്ക് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് ഫൈ ബി ദ ഫ്ലക്സ് പെർ പോൾ ഇൻ വെബർ. ദെൻ പിന്നെ ഇസഡ് എന്ന് പറയുന്നത് എത്ര ആർമേച്ചർ കണ്ടക്ടേഴ്സ് എന്നുള്ളതാണ്. സോ ഇസഡ് ബി ദ ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. ദെൻ ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. രണ്ട് രീതി. ഇപ്പം ഇസഡ് ഇപ്പം നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട് എന്നുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇസഡ് കണ്ടുപിടിക്കുന്നത്. സോ ഈ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഇത് വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കേസസിൽ ചിലപ്പോൾ കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്സ് ആയിരിക്കും തരുന്നത്. അപ്പോൾ അപ്പം നമുക്ക് വേണ്ടത് കണ്ടക്ടേഴ്സ് ആണ്. അപ്പം സ്ലോട്ട്സ് നമ്പർ ഓഫ് സ്ലോട്ട്സും തരും, കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ടും തരും. അപ്പൊ ഇൻ എഫക്ട് നോക്കിയേ, ഇസഡ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ട്. സ്ലോട്ട്സ് ക്യാൻസൽ ചെയ്യാൻ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെ കിട്ടും. സോ ഇസഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്ലോട്ട്സ് ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ സ്ലോട്ടും കൂടെ ചെയ്യാം. സോ 5 flux per pole, Z armature conductors, then P be the number of poles and A be the number of parallel path in armature. എത്ര parallel path ഉണ്ടെന്നുള്ളതാണ്. Then N be the speed in RPM. സോ അഗെയിൻ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്, വി ഹാവ് ടു ടൈപ്സ് ഓഫ് വൈൻഡിങ്, ലാപ്പ് വൈൻഡിങ് ആസ് വെൽ as വേവ് വൈൻഡിങ്. ഇൻ ദ കേസ് ഓഫ് ലാപ്പ് വൈൻഡിങ്, ഓൾറെഡി വി സീൻ ദാറ്റ് നമ്പർ ഓഫ് parallel path will be equal to number of poles. In the case of wave winding, number of parallel path will be equal to 2. So always ഈ ഒരു കേസ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ലാപ്പ് വൈൻഡിങ് A is equal to P and wave winding A equal to 2. So E be the induced EMF in the armature. So what are the important terms? EG എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ജനറേറ്റർ, ഇപ്പൊ DC മെഷീൻ ആയതുകൊണ്ട് ഞാൻ E എന്ന് റിപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. സാധാരണ കേസസിൽ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എന്തോ EG വിൽ ബി ജനറേറ്റഡ് EMF. Okay, EG will be generated EMF this is in the case of a DC generator. Okay, DC generatorന്റെ കേസിൽ EMF ഇക്വേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ EG എന്നാ പറയുന്നത്. സെയിം തിങ് EB will be represented. This is called as back EMF. സോ ബാക്ക് EMF എന്ന് നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് DC മോട്ടർ. ഓക്കെ, DC മോട്ടറിന്റെ കേസിൽ നമ്മൾ ബാക്ക് EMF എന്നായിരിക്കും പറയുന്നത്. Okay, now എങ്ങനെ ഡെറൈവ് ചെയ്യാന്നുള്ളത് നോക്കിയേ. അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വി നോ ദാറ്റ് ആവറേജ് EMF ജനറേറ്റഡ്, ഓക്കെ, ആവറേജ് EMF ജനറേറ്റഡ് എന്ന് പറയുന്നത് E is equal to d∅dt. ഓക്കെ, ആവറേജ് EMF എന്ന് പറയുന്നത് നത്തിങ് ബട്ട് E is equal to d∅dt. ഇത് പെർ കണ്ടക്ടർ. സാധാരണ നമ്മൾ E is equal to n into d∅dt എന്നാണ് പറയുന്നത്. സോ പെർ കണ്ടക്ടർ ആയതുകൊണ്ട് ഇവിടെ n എന്ന് പറയുന്നത് നമ്മൾ is equal to 1 എന്ന് എടുത്തിരിക്കുക. സോ ദാറ്റ് ഈസ് വൈ E is equal to d∅dt. Then flux cut per conductor in one revolution. Okay, revolution, that is okay, revolution. ഒരു റെവല്യൂഷനിൽ എത്രമാത്രം ഫ്ലക്സ് കട്ട് ചെയ്യുന്നു എന്നുള്ളത് P ഇൻറ്റു ഫൈ. അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള കേസ്. ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇപ്പോൾ ഇതൊരു മെഷീനാണ്. ദിസ് ഇസ് എ മെഷീൻ. വി ഹാവ് ഡിഫറെന്റ് പോൾസ് ആർ ദർ. ഫോർ പോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, പി നമ്പർ ഓഫ് പോൾസ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഫ്ലക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ഫൈ ആണെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ എന്താ, എത്ര പോൾസ് ഉണ്ടോ അത്രയും പോൾസ് ഈ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്തോ P ഇൻറ്റു ഫൈ എന്ന് നമ്മൾ പറയുന്നത്. സോ ഫ്ലക്സ് കട്ട് പെർ കണ്ടക്ടർ ഇൻ വൺ റെവല്യൂഷൻ ഇസ് d∅ is equal to P∅. നൗ നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ സെക്കൻഡ്, ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ദറ്റ് ഈസ് n ഡിവൈഡഡ് ബൈ 60. പെർ സെക്കൻഡ് എന്ന് എഴുതിയതുകൊണ്ടാണ് നമ്മൾ ഡിവൈഡഡ് ബൈ 60 ചെയ്തത്. സോ ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ 60. Then time for one revolution will be equal to 60 by n seconds. This is nothing but time തിരിച്ചെടുത്തിരിക്കുക, dt ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, what is E is equal to d∅dt. d∅ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ P∅ എന്നും, dt എന്ന് പറയുന്നത് 60 by n ആണ്. സോ വി ഗെറ്റ് 5 Pn by 60. അപ്പൊ ഇതെന്താണ്, EMF ജനറേറ്റഡ് പെർ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിലാണ് 5 Pn by 60 എന്ന് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദർ ആർ ഇസഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഈ കണ്ടക്ടേഴ്സ് നമ്മൾ എങ്ങനെയായിരിക്കും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? സപ്പോസ് വി ഹാവ് എ കണ്ടക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് രണ്ട് പാരലൽ പാത്തിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വേവ് വൈൻഡിങ്. സോ സെയിം തിങ്, നമുക്ക് എത്ര പോൾസ് ഉണ്ടോ അത്ര രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നു എങ്കിൽ that is called the lap winding. So
സോ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യാൻ 4 പോൾ ഉണ്ടെങ്കിൽ 4 പോളിലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യും. ദിസ് ഇസ് ലാപ്പ് വൈൻഡിങ്. സോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് എങ്ങനെ നമ്മൾ കണ്ടക്ടേഴ്സ് അറേഞ്ച് ചെയ്യുന്നു പാരലൽ പാത്തിന്റെ ബേസിസിലായിരിക്കും. സോ ഒരു കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് 5pn/60 ആണെങ്കിൽ നമുക്ക് എന്താണ് ഇസഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് നമ്മൾ പാരലൽ പാത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താ Z/A, റൈറ്റ്? സോ ഇ എം എഫ് ജനറേറ്റഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇ എം എഫ് ജനറേറ്റഡ് പെർ കണ്ടക്ടർ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത്. സോ വി ഗെറ്റ് ഇ എം എഫ് ജനറേറ്റഡ് വിൽ ബി ഈക്വൽ ടു 5pn. അപ്പൊ നേരത്തെ നമുക്ക് കിട്ടി ഇ എം എഫ് ജനറേറ്റഡ് പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരുന്നു? 5pn അല്ലെ ബൈ 60 ആയിരുന്നു. നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പാരലൽ പാത്ത് ഇസ് Z/A. അങ്ങനെയാണ് എന്തോ 5ZNP/60A നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഇസ് ദ വെരി 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 ഇമ്പോർട്ടന്റ് ദിസ് ഇസ് ദ ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ഡി സി മെഷീൻ. ഓക്കെ, ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ഡി സി മെഷീൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നെറ്റിക് ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് E=dϕ/dt എന്നും ഒരു പി പോൾ ജനറേറ്റർ നമ്മൾ ഒരു ടി ടൈമിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ P5 ഫ്ലക്സ് കട്ട് ചെയ്യും. ഒരു കണ്ടക്ടർ P5 ഫ്ലക്സ് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 revolution, that is 60/n നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we get 5pn/60. If there are Z number of conductors arranged in A parallel path, then we can say 5pn Z/60. അതാണ് നമ്മൾ എന്തോ ഡി സി മെഷീന്റെ ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ട് കേസ് എന്ന് പറയുന്നത് ഇഫ് ലാപ്പ് വൈൻഡിങ്ങിലാണ്. ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം വാട്ട് ഈസ് ഇ ജി ഈസ് ഈക്വൽ ടു 5ZNP/60A. ഇതാണ് നമ്മുടെ ഇ എം എഫ് ഇക്വേഷൻ. ജസ്റ്റ് ഇപ്പൊ നമ്മൾ നോക്കി. ഇപ്പൊ ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ എന്താണ്? ലാപ്പ് വൈൻഡിങ്ങിന്റെ കേസിൽ A ഈസ് ഈക്വൽ ടു P. എയും പി ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എന്താ? ദിസ് വിൽ ബിക്കം ക്യാൻസൽ. സോ ഇ ജി ഈസ് ഈക്വൽ ടു 5ZN/60 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് ലാപ്പ് വൈൻഡിങ്ങിൽ കിട്ടുന്നത്. Similarly, in the case of wave winding, A is equal to 2. That is 5ZNP/60 into 2. So this will become 5pns/120. ഇങ്ങനെ നമുക്ക് ഇ എം എഫിന്റെ ഇക്വേഷൻസ് കിട്ടും. സോ വാട്ട് എവർ മേ ബി, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞോളൂ. ലാപ്പ് വൈൻഡിംഗ് A equal to P and wave winding A equal to 2. But you should remember EG should be equal to 5ZNP/60A. ഇതാണ് ഇ എം എഫ് ഇക്വേഷൻ. ഇതിൽ ഓരോ ടേം എന്ന് പറയുന്നത് EG be the generated EMF, 5 be the flux per pole, Z be the number of armature conductors, N be the speed in RPM എന്ന് പറഞ്ഞാൽ revolution per minute, P be the number of poles, A be the number of parallel path. ഓക്കെ, ഇതാണ് ഇ എം എഫ് ഡി സി മെഷീന്റെ ഇ എം എഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡി സി മെഷീന്റെ ഇ എം എഫ് ഇക്വേഷൻ എങ്ങനെയാണ് ഡെറൈവ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കമന്റ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. Thank you.